ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അതിനു മുമ്പ് ഞാനൊന്ന് എണീറ്റോട്ടെ. എവിടെ ഇപ്പോൾ സമയം 8:10. ഇന്ന് സൺഡേ ആണ്. ഹസ്ബൻഡിന് രാവിലെ വെയർ ഹൗസിൽ പോകണമായിരുന്നു. പുള്ളിക്കാരൻ രാവിലെ തന്നെ പോയി. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ തങ്കമണി എണീക്കാൻ സമയമായിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി അവൾ നേരത്തെ ഉറങ്ങിയത്. ഇന്നലെ അവളൊരു 10-10:15 ഉറങ്ങിയതാണ്. പക്ഷെ എണീച്ചിട്ടില്ല എത്ര നേരമായിട്ട്. നമുക്ക് അവൾ എണീക്കണേ മുമ്പ് കുറച്ച് പരിപാടി ചേർക്കാനുണ്ട്. നമുക്കതൊക്കെ ചെയ്തിട്ട് നമുക്ക് എൻ്റെ തങ്കുവിനെ വിളിക്കാം. അപ്പോൾ എണീറ്റിട്ട് കാണാം. അപ്പോൾ എണീറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ബ്രഷ് ചെയ്തു, മുഖം കഴുകി. അപ്പോൾ ഞാൻ ഇപ്പോഴായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യൽ. ഇപ്പം അതാണ് ഒരു പ്രധാന ഡ്യൂട്ടി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. മെയിൻലി നമ്മളിപ്പോൾ വണ്ണം കുറക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് 87 kgs കല്യാണത്തിൻ്റെ സമയത്ത്. ഡെലിവറി ആയ സമയത്ത് അതൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു, 79 ആയി. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഐ ജസ്റ്റ് മോർ ഇൻ ടു ജിം, ഡയറ്റ്, ഓൾ ദീസ് തിങ്സ്. സോ ഇപ്പോൾ എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. $65.85. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്രീൻ ടീ കുടിക്കും. ചായ കുടിക്കൽ എനിക്ക് പണ്ടും പതിവില്ല, ഇപ്പോഴും ഞാൻ കുടിക്കാറില്ല. ഗ്രീൻ ടീ ഈ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീ വെക്കാം. കെറ്റിലാണ് വെള്ളം തിളപ്പിക്കാറ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മളുടെ ഒരു കിച്ചൺ ടൂൾ. എല്ലാം രാത്രി തന്നെ അങ്ങനെ നമ്മൾ കഴുകി എല്ലാം വെക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയിലേക്ക് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. ഇൻ കേസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി എല്ലാം ക്ലീനാക്കും. അപ്പോൾ വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് പയ്യെ ഗ്രീൻ ടീ കുടിക്കാം. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞായിട്ട് എണീക്കും. എന്നിട്ട് അവർക്ക് പാല് കൊടുക്കണം. അപ്പോൾ ഇസ എണീക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം. സർവൻ്റ് നാട്ടിൽ പോയിക്കുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ റൂമൊക്കെ ഒന്ന് അടിച്ചിടാം. കാരണം എണീറ്റാൽ മൊത്തം ഇവിടെ കിടക്കലും കളിക്കലും ഒക്കെ ആയിരിക്കും. നമുക്ക് വേഗം ഇതൊന്ന് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരാം. ഓൾറെഡി നമ്മൾ എല്ലാ ദിവസവും അടിക്കുന്നതാണ്, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ചായ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് അടിക്കുന്നത്, സൺഡേ അല്ലേ. അയ്യോ എൻ്റെ പൊഞ്ഞ് നടന്നെത്തിയോ? ഈ ഒരു കരച്ചിൽ ഞങ്ങൾക്ക് പതിവുള്ളതാണ് കേട്ടോ രാവിലെ. വാ പാല് തരാം, മമ്മ പാല് തരാം, വാ. പിന്നെ ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് ഇങ്ങനെ വേണം പാല് കുടിക്കാൻ. സാധാരണ ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ 6:15 ആകുമ്പോൾ എനിക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ ഞാൻ പോകും. അപ്പോൾ ഈ സമയത്താണ് ആളെ എണീക്കാറ്. 8:39 ആവും. അപ്പോൾ 9 ആയി. അപ്പോൾ അപ്പയാണ് അവളെ ഫുൾ കാര്യങ്ങളും രാവിലെ നോക്കുന്നത്. പാല് കൊടുക്കുന്നതും ബ്രഷ് ചെയ്യിപ്പിക്കുന്നതും. Say hi. Say hi. പാല് കൊടുക്കുന്നതും ബ്രഷ് ചെയ്യിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും അവളെ നഴ്സറി കൊണ്ടുപോയാക്കുന്നതൊക്കെ അപ്പയല്ലേ. ഞാൻ രണ്ടുപേരുടെയും ഫുഡ്, ഇസയ്ക്കുള്ള ഫുഡ്, ഇസയ്ക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉള്ള ഫുഡും അപ്പയുടെ ഫുഡും എല്ലാം റെഡിയാക്കി വെക്കും. അവളെ ഫുൾ ടേക്ക് കെയർ ചെയ്യുന്നത് രാവിലെ അവളുടെ അപ്പയാണ്. ഞങ്ങൾ പാല് കുടിക്കട്ടെ കേട്ടോ, ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓക്കെ,
സേ ഓക്കെ. ഞങ്ങൾ ഇപ്പുറത്തെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കേ. അല്ല, ഞങ്ങളുടെ പാല് കൂടി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഫുള്ള് കുടിച്ചപ്പാ. ഹാവ് ലിറ്റിൽ മോർ പ്ലീസ്. ഒച്ചും കൂടി കുടിക്കോ, ഇച്ചിരി കൂടി കുടിക്കോ. ഞങ്ങൾ പാല് കുടിച്ച് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രശ്നം. ഞങ്ങൾ മുടിയൊക്കെ കെട്ടി കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് അധികം മുടിയുള്ള കാരണം ഞങ്ങൾ മുടിയൊക്കെ കെട്ടി. അല്ലെങ്കിൽ 24 മണിക്കൂറും കണ്ണിലായിരിക്കും. ഞങ്ങൾ ബ്രഷ് ചെയ്തു. ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് ബ്രഷ് ചെയ്യുമ്പോൾ നല്ല വാഷിംഗ് കരച്ചിലുണ്ട്. നിങ്ങൾ ഭംഗി നോക്കുവാ ഞങ്ങള്. ഓ, ക്യാമറക്ക് പോസ് തരില്ല കേട്ടോ. പ്രാർത്ഥിച്ചോ, നമ്മോട് പ്രാർത്ഥിക്ക്. ഗുഡ് ഡേ ആയിരിക്കണേ. കരയണ കാണിച്ച് ഇസ എങ്ങനെ ചിരിക്കുന്നേ? ഇസ എങ്ങനെ ഹായ് പറയുന്നേ? ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായിട്ട് ഹെയർ ലോസ് വന്നു. അപ്പോൾ ചായൻ്റെ ഫ്രണ്ട് വഴി ഒരു ഹെയർ ഓയിൽ, പേര് അങ്ങനെയൊന്നുമില്ല, പുള്ളിക്കാരൻ സ്വന്തമേ ഉണ്ടാക്കിയേക്കുന്ന ഹെയർ ഓയിലാണ്. അപ്പോൾ ശരിക്കും നല്ല എഫക്റ്റാണ് കേട്ടോ അത്. നമ്മുടെ രാജാവാണ് തല തിരുമ്മി തരാറ്. ചെറിയൊരു തലയെടുത്ത് കഴിഞ്ഞിട്ടിരിക്കണേണ്, വേറെ ഒന്നുമല്ല, അങ്ങ് കോരി ഒഴിച്ച് തലയിൽ. അപ്പോൾ തലയിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി നമുക്ക് കുഞ്ഞുമണിക്ക് കുറുക്കുണ്ടാക്കുക. കുഞ്ഞുമണി സാധാരണ രാവിലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, നഴ്സറിയിൽ കൊടുത്തു വിടുന്നത് ദോശ, അപ്പം, ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് റാഗി, മറ്റേ പഴത്തിൻ്റെ പൊടി, അതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റാഗിയാണ് കൊടുക്കുന്നത്. റാഗി കുറുക്കാണ് ഇന്ന് രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയായണം ഉപ്പുമാവ് വയ്ക്കാമെന്ന് ഓർത്തു. നമുക്ക് അതൊക്കെ ആയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് കാണാം. ഇപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായ കാരണം നമ്മൾ ഫുഡൊക്കെ ഭയങ്കര മിനിമലായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാറും അതുപോലെ തന്നെ കഴിക്കാറും. അപ്പോൾ രാവിലെ നമുക്ക് ഒരു ഉപ്പുമാവ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം സൺഡേ കാരണം ചായ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് പുറത്തുനിന്നാക്കാം. എന്നാൽ പിന്നെ രാവിലെ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി, കാരണം ഉച്ചയ്ക്ക് നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാനുള്ളതല്ലേ. സോ നമുക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. സിമ്പിൾ, വേറെ ഒന്നും ഇടുന്നില്ല, സവാള മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡയറ്റ് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്. നേരത്തെ എന്ന് വെച്ചാൽ രാവിലെ അപ്പം, മുട്ടക്കറി, അല്ലെങ്കിൽ മസാല ദോശ, നെയ് റോസ്റ്റ്, പുട്ട്, ബീഫ്, ഇതൊക്കെ ആയിരുന്നു 1 വർഷം മുമ്പ് വരെയുള്ള എൻ്റെ ഫുഡ്, അതും ബ്രേക്ക്ഫാസ്റ്റ്. ഡയറ്റ് തുടങ്ങിയപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാനൊന്ന് ഫുൾ കൺട്രോൾഡായി. അപ്പോൾ രാവിലെ ഞാൻ എഗ്ഗൊക്കെയാണ് കഴിക്കാറുള്ളത്, 2 ബോയിൽഡ് എഗ്ഗ്, അത് മാത്രമൊക്കെ കഴിക്കാറുള്ളൂ രാത്രി. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. കാരണം ഈ ചൈന വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ മാവ് റെഡിയായി. അതുപോലെ തന്നെ എനിക്കുള്ള ഒരു എഗ്ഗ്. ഇപ്പോൾ നമുക്ക് ചൈന ഫുഡ് കൊടുക്കാം. ചൈന വിശക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുമണിയുടെ കുറുക്കിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ചെയ്തിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളി പോകാൻ പോവാണ്. ഇതാണ് ഔട്ട്ഫിറ്റ് ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. പള്ളിയിലെത്തി. നമ്മൾ സെയിൻറ്റ് മൈക്കിൾസ് ഷാർജയിലുള്ള പള്ളിയിലാണ് വരാറ്. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ തന്നെ ഇച്ചായെന്നൊരു ചട്ടിച്ചോറ് വാങ്ങി, ഒരെണ്ണം വാങ്ങി. എന്നിട്ട് നമ്മൾ 2 പേരും കൂടി കഴിച്ചു. കുഞ്ഞാവയ്ക്ക് ആ ചോറും അവിയലും കൂടി കൊടുത്തു, ചട്ടിച്ചോറിലുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഒരു ഓഫീസിൽ പോകാനുള്ള കറികളൊക്കെ രാത്രി തന്നെ എടുത്ത് വെക്കും. കാരണം രാവിലെ എനിക്ക് പോകുന്നല്ലോ. അപ്പോൾ എല്ലാ കറികളും നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും.
ഫോൺ താട്ട് പോലെ കാര്യം 17 Pro Max എടുത്തു വരും. ഇപ്പം തന്നെ വേണം, നാളെ രാവിലെ വേണം. നാളെ ഉച്ചയ്ക്ക് ആ ഫോണിൻ്റെ കൂടെ നേരെ താഴത്തെടുത്ത് ചാടിക്കണം. എൻ്റെ പൊന്നോ, ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങളുടെ ക്ലൈമറ്റ് ഒന്ന് മാറി കേട്ടോ. കാണിച്ചു തരാം. സാധാരണ ഈ സമയത്ത് വെയിൽ കൊണ്ട് പുറത്ത് നമുക്ക് ബാൽക്കണി നിൽക്കാൻ പറ്റില്ല. മഴയ്ക്കുള്ള കോളുണ്ട്. പിന്നെ മോള് ഉറക്കത്തിന് എണീറ്റുള്ളൂ, അതിൻ്റെയാണ്. ബുട്ടീക്കിന് വേണ്ടി കുറച്ച് ഡ്രസ്സസിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങ് എടുത്ത് തീർത്തു. അപ്പോൾ നമ്മളൊന്ന് പാർക്കിൽ പോകാൻ ഓർത്തു. ഇന്ന് സൺഡേ അല്ലേ, ഇപ്പോൾ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പുറത്തൊന്നും പോയില്ല, ക്ലൈമറ്റ് മാറിയുണ്ട്. അപ്പോൾ ചൂട് നല്ല കുറവുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിൽ പോകാം. പാർക്കിൽ എത്തിയ ഉടനെ ഞങ്ങളുടെ കുഞ്ഞാറ്റ ഐസ്ക്രീമിൻ്റെ അങ്ങോട്ടാണ് ഓടിയത്. എപ്പോഴും വാങ്ങിത്തരാന്ന് പറഞ്ഞ് പറ്റിക്കും. അപ്പം ഇന്ന് അങ്ങ് വാങ്ങിക്കൊടുക്കാമെന്ന് ഓർത്തു. മതിയോ? യു വാണ്ട് മോർ? നമ്മ പിടിച്ചാൽ അല്ലെങ്കിൽ താഴെ പോകാം. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ, താഴെ പോകുന്നില്ല. അങ്ങനെ പാർക്കിലൊക്കെ പോയി വന്നു, ഫ്രഷായി. കുഞ്ഞാറ്റയുടെ ടി വി കാണുവാണ്. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കുഞ്ഞിനുള്ള കഞ്ഞി കൊടുത്ത്, ഞാനും രാത്രി കഞ്ഞി കുടിക്കും. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാം. നാളെ രാവിലെ 4:30 എണീക്കണം. 6:15 ബസ് വരും, സ്കൂൾ ബസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. കാരണം ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 87 ആണ്. ഞാൻ ഓൾറെഡി വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65 ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡയറ്റിംഗ് ആണെങ്കിലും ജിം ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഐ ഹാവ് ഡൺ സൂംബ, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ ബൈ ബൈ.